ടെൻഎക്സ് ഡിജിറ്റൽ സ്കൂളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വളരെ രസകരമായ ഒരു വിഷയമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. സ്കിൽ ബി 10x ഡിജിറ്റൽ സ്കൂളിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ AI ഈ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് ഓടിവരുന്നത്? ഒരുപക്ഷെ സിനിമകളിലെ റോബോട്ടുകളായിരിക്കും അല്ലേ? പക്ഷേ സംഭവം അതല്ല. നമ്മുടെ ജോലിയെ, നമ്മുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ വിപ്ലവമാണ് AI. സത്യം പറഞ്ഞാൽ ആ വിപ്ലവം തുടങ്ങിക്കഴിഞ്ഞു. റോബോട്ടുകൾ വരുന്നു എന്നത് ഒരു പഴയ കഥയാണ്. അവരിപ്പോൾ നമ്മുടെ ജോലിസ്ഥലങ്ങളിൽ ഇരിപ്പുറപ്പിച്ചു കഴിഞ്ഞു. ഈ ഒരു ചിന്തയിൽ നിന്നാണ് നമ്മൾ ഇന്ന് സംസാരിച്ചു തുടങ്ങുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ മാറ്റം നാളെയോ മറ്റന്നാളോ വരാൻ പോകുന്ന ഒന്നല്ല. ഇത് ഇപ്പോൾ ഇവിടെ വളരെ വേഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. വെറും 4 വർഷം, അടുത്ത 4 വർഷത്തിനുള്ളിൽ നമ്മൾ ഇന്ന് സാധാരണയായി കാണുന്ന ഒരുപാട് ജോലികൾ ഓർമ്മ മാത്രമായി മാറുമെന്നാണ് പ്രവചനങ്ങൾ. ഇത് വിദൂരഭാവിയിലുള്ള ഏതോ ഒരു കാര്യമല്ല. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും: നിങ്ങളുടെ ജോലി എത്രത്തോളം സുരക്ഷിതമാണ്? നമുക്ക് ഒരുമിച്ച് അതിനൊരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. അപ്പോ ശരി, ഈ മാറ്റങ്ങളൊക്കെ നമ്മുടെ ഒരു സാധാരണ ദിവസത്തെ എങ്ങനെയാവും ബാധിക്കുക? നമുക്ക് ഭാവിയിൽ ഒരുപക്ഷെ അധികം വൈകാതെ വരാൻ പോകുന്ന ഒരു ദിവസത്തിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കിയാലോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസ്റ്റോറന്റിലേക്ക് വിളിക്കുകയാണെന്ന് വെറുതെ സങ്കല്പിക്കുക. അപ്പുറത്ത് ഫോൺ എടുക്കുന്നത് ഒരു മനുഷ്യനല്ല, ഒരു AI അസിസ്റ്റന്റ് ആണ്. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമെന്നതിന് കൃത്യമായി അറിയാം. കഴിഞ്ഞ തവണ ഓർഡർ ചെയ്തത് ഓർമ്മയുണ്ട്. ഒരു തെറ്റും വരുത്താതെ ഓർഡർ റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. അപ്പോ ആ ഫോൺ എടുത്തിരുന്ന ആളുടെ ജോലി അത് ചരിത്രത്തിന്റെ ഭാഗമായി. ഓർഡർ ചെയ്ത ഭക്ഷണം റെഡിയായി. ഇനി ഡെലിവറിക്ക് വരുന്ന ആളെ കാത്തിരിക്കേണ്ട ആവശ്യമേ ഇല്ല. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയാൽ മതി. ആകാശത്തിലൂടെ ഒരു ഡ്രോൺ പറന്നു വരുന്നത് കാണാം, അല്ലെങ്കിൽ വഴിയിലൂടെ ഒരു കുഞ്ഞു റോബോട്ട് ഓടി വരുന്നുണ്ടാവും നിങ്ങളെ പാക്കറ്റുമായിട്ട്. ട്രാഫിക് ബ്ലോക്കില്ല, വൈകുകയുമില്ല. പക്ഷേ ഡെലിവറി പ്രൊഫഷണലുകളായി ഒരുപാട് പേരുടെ ഭാവിയാണ് അതോടെ മാറുന്നത്. ഇനി നമുക്ക് ജോലിസ്ഥലത്തേക്ക് പോകാം. അവിടെയും കാര്യങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ടാകും. ഓഫീസിലെ കാഴ്ചകളൊന്നും ഒരുപക്ഷെ പഴയതുപോലെ ആയിരിക്കില്ല. ഒരു ഓഫീസിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മളെ ആദ്യം സ്വീകരിക്കുന്ന ആ ഒരു അനുഭവം ഓർത്തു നോക്കൂ. അതിപ്പോ പൂർണ്ണമായും ഡിജിറ്റലായി മാറിയിരിക്കുന്നു. ഓഫീസുകളിലും ആശുപത്രികളിലുമൊക്കെ നമ്മളെ സ്വീകരിക്കുന്ന റിസപ്ഷനിസ്റ്റുകളില്ലേ? ഇനി ആ സ്ഥാനത്ത് ഒരു ഡിജിറ്റൽ സ്ക്രീനോ അല്ലെങ്കിൽ ഒരു ഹോളോഗ്രാമോ ആണെന്ന് വിചാരിക്കുക. ഗ്ലാഡിസ് എന്നൊക്കെ പേരുള്ള ഡാറ്റാബേസുമായി നേരിട്ട് കണക്ട് ചെയ്തൊരു സിസ്റ്റം. നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ നിങ്ങളുടെ വിവരങ്ങൾ നിമിഷനേരം കൊണ്ട് അതിന് കണ്ടെത്താൻ പറ്റും. അപ്പോയിന്റ്മെന്റുകൾ ശരിയാക്കി തരും. പഴയതുപോലെ ഫയലുകളുടെ കെട്ടുകൾക്കിടയിൽ വിവരങ്ങൾ തിരഞ്ഞ് സമയം കളയേണ്ട ആവശ്യമേ ഇല്ല. എല്ലാം ഓട്ടോമേറ്റഡ്, എല്ലാം ഫാസ്റ്റ്. ഇനി പുറത്തേക്കൊന്ന് നോക്കിയാലോ? ഹൈവേകളിലൂടെ രാവും പകലും വിശ്രമമില്ലാതെ ചീറിപ്പായുന്ന ഡ്രൈവറില്ലാത്ത ട്രക്കുകൾ. അവയ്ക്കുറങ്ങേണ്ട, ക്ഷീണമില്ല. ലോജിസ്റ്റിക്സ് കമ്പനികൾക്ക് ഇത് വലിയൊരു നേട്ടമാണ്. എന്നാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ലക്ഷക്കണക്കിന് ട്രക്ക് ഡ്രൈവർമാരുടെ ജീവിതമാർഗമാണ് ഓരോ ഓട്ടോമാറ്റഡ് ട്രക്കും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ നമ്മൾ കണ്ടത് കണ്ണിന് കാണാൻ പറ്റുന്ന ജോലികളാണ്. ഇനി നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനുകൾക്ക് പിന്നിൽ നടക്കുന്ന അത്ര പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്ത ജോലികളെക്കുറിച്ച് സംസാരിക്കാം. അവിടെയും AI വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് കൂടുതലും കായികാധ്വാനം ആവശ്യമുള്ള ജോലികളെക്കുറിച്ചാണ്, അല്ലേ? എന്നാൽ AI അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. അക്കൗണ്ടിംഗ്, ടാക്സ്, ടെക് സപ്പോർട്ട്, ഒരു ഭാഷയിൽ നിന്ന് മറ്റൊന്നിലേക്ക് തർജ്ജമ ചെയ്യുന്നത്, ഇങ്ങനെ ഡേറ്റയെയും പാറ്റേണുകളെയും ആശ്രയിച്ച് ചെയ്യുന്ന ജോലികളെല്ലാം ഇപ്പോൾ ഒരു വലിയ മാറ്റത്തിന്റെ വക്കിലാണ്. ഒരു കമ്പനിയുടെ ഒരു വർഷത്തെ സാമ്പത്തിക കണക്കുകൾ ഒരു മനുഷ്യന് പരിശോധിക്കാൻ എത്ര സമയമെടുക്കും? ആഴ്ചകളോ മാസങ്ങളോ? എന്നാൽ AIക്ക് വേണ്ടത് കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ്. തെറ്റുകൾ കണ്ടെത്താനും റിപ്പോർട്ടുകൾ തയ്യാറാക്കാനും അതിന് സാധിക്കും. അപ്പോൾ ഡേറ്റ എൻട്രി പോലുള്ള ജോലികൾ ചെയ്യുന്ന ജൂനിയർ അക്കൗണ്ടന്മാരുടെ ആവശ്യമുണ്ടോ? നമ്മളെല്ലാം എപ്പോഴെങ്കിലും ടെക് സപ്പോർട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടാകും. ഇനി വിളിക്കുമ്പോൾ ഒരു പക്ഷേ മറുപടി പറയുന്നത് മനുഷ്യന്റെ അതേ ശബ്ദമുള്ള ഒരു AI ആയിരിക്കും. അതിന് ഒരേ സമയം ലക്ഷക്കണക്കിന് ആളുകളോട് സംസാരിക്കാൻ പറ്റും. ഇതുകൊണ്ട് മാത്രം BPO മേഖലയിലെ എത്ര ജോലികളായിരിക്കും ഇല്ലാതാവുക? ഇനി ഫാക്ടറികളിലേക്ക് വന്നാല് അവിടെ സ്മാർട്ട് റോബോട്ടുകൾ പണ്ടേ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. ഒരു തെറ്റും വരുത്താതെ, ഒരു സെക്കൻഡ് പോലും വിശ്രമമില്ലാതെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനും പാക്ക് ചെയ്യാനും ഒക്കെ ഈ റോബോട്ടുകൾക്ക് സാധിക്കും. ജോലി മാത്രമല്ല, നമ്മുടെയൊക്കെ വിനോദങ്ങളെയും AI മാറ്റിമറിക്കാൻ പോവുകയാണ്. കളിക്കളത്തിലായാലും ക്രിയേറ്റീവ് രംഗത്തായാലും AIയുടെ സ്വാധീനം ഇപ്പോൾ തന്നെ വ്യക്തമാണ്. നമുക്ക് കളിക്കളത്തിലേക്ക് വരാം. ഒരു കളിയുടെ ഏറ്റവും നിർണായകമായ നിമിഷത്തിൽ റെഫറിയുടെ ഒരു ചെറിയ പിഴവ് മതി ആ കളി തോൽക്കാൻ, അല്ലേ?
എന്നാൽ ആ റെഫറി ഒരു AI ആണെങ്കിലോ? മില്ലിമീറ്റർ കൃത്യതയോടെ ഓഫ് സൈഡ് കണ്ടുപിടിക്കാൻ പറ്റും. മനുഷ്യർക്ക് പറ്റുന്ന പോലെയുള്ള പക്ഷപാതമോ സമ്മർദ്ദമോ ഒന്നും അതിനുണ്ടാവില്ല. തീരുമാനങ്ങളെല്ലാം പൂർണ്ണമായും ഡേറ്റയെ മാത്രം അടിസ്ഥാനമാക്കിയായിരിക്കും. ഇനി കമന്ററി ബോക്സിലേക്ക് നോക്കിയാലോ? നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കമന്റേറ്ററുടെ അതേ ശബ്ദം, അതേ ആവേശം, പക്ഷേ സംസാരിക്കുന്നത് ഒരു AI ആയിരിക്കും. കളിയുടെ ഓരോ നിമിഷത്തെയും ഡാറ്റ വെച്ച് വിശകലനം ചെയ്ത് തത്സമയം സംസാരിക്കുന്നു. ഒരു പക്ഷേ നമുക്ക് യഥാർത്ഥ മനുഷ്യനെയും AI-യെയും തിരിച്ചറിയാൻ പോലും കഴിയാതെ വരും. ബ്ലോഗുകൾ എഴുതാനും വാർത്തകൾ തയ്യാറാക്കാനും ആനിമേഷൻ കഥാപാത്രങ്ങളെ ഉണ്ടാക്കാനും എന്തിന് നമ്മുടെയൊക്കെ ശബ്ദം അതേപടി അനുകരിക്കാനും ഇന്ന് AI-ക്ക് കഴിയും. ഇത് ക്രിയേറ്റീവ് രംഗത്തേക്ക് വരുന്ന തുടക്കക്കാർക്ക് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ശരി, ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ടാവാം. ഈ മാറ്റങ്ങളെ നമ്മൾ പേടിയോടെയാണോ കാണേണ്ടത്? അല്ല, ഭയമല്ല, തയ്യാറെടുപ്പാണ് നമുക്ക് വേണ്ടത്. ഈ പുതിയ ലോകത്ത് എങ്ങനെ പിടിച്ചു നിൽക്കാം, എങ്ങനെ മുന്നോട്ടു പോകാമെന്ന് നമുക്ക് നോക്കാം. അപ്പോ എന്താണ് ഇതിനൊരു പരിഹാരം? ഭയന്ന് മാറി നിൽക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഈ മാറ്റത്തിന്റെ ഒഴുക്കിനൊപ്പം നീന്താൻ നമ്മൾ പഠിക്കണം. ടെക്നോളജിയെ ഒരു ശത്രുവായി കാണുന്നതിന് പകരം നമ്മുടെ കഴിവുകൾ കൂട്ടാനുള്ള ഒരു ഉപകരണമായിട്ട് കാണാൻ ശ്രമിക്കണം. ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം. AI-ക്ക് ഡാറ്റ പ്രോസസ്സ് ചെയ്യാനും പാറ്റേണുകൾ കണ്ടെത്താനും കഴിയും. പക്ഷെ അതിന് പുതിയ ആശയങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ സഹാനുഭൂതിയോടെ പെരുമാറാനോ ശരിയും തെറ്റും വിവേചിച്ചറിയാനോ കഴിയുമോ? അവിടെയാണ് നമ്മുടെ പ്രസക്തി. ആ കഴിവുകളാണ് നമ്മൾ ഇനി അങ്ങോട്ട് വളർത്തിയെടുക്കേണ്ടത്. അതുകൊണ്ട് ഈ AI യുഗത്തിൽ അതിജീവിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഒന്നേയുള്ളൂ: പുതിയ കഴിവുകൾ നേടുക, നിലവിലുള്ളവയെ പുതിയ കാലത്തിനനുസരിച്ച് നവീകരിക്കുക, അപ്ഗ്രേഡ് ചെയ്യുക. ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട്, മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തെ നേരിടാൻ നിങ്ങളുടെ കഴിവുകൾ ശരിക്കും തയ്യാറാണോ? ഒന്ന് ചിന്തിച്ചു നോക്കുക. നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും നേടണം എന്നാഗ്രഹിക്കുന്ന നിങ്ങളുടെ ഒരു സുഹൃത്തിനെങ്കിലും ഇത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഒരു ഷെയർ ഒരുപക്ഷെ അവരുടെ ജീവിതം തന്നെ മാറ്റിയേക്കാം. പുതിയ സ്കില്ലുകൾ പഠിക്കാനും മേക്ക് മണി ഓൺലൈൻ എന്ന ലക്ഷ്യത്തിലേക്ക് 10 മടങ്ങ് വേഗത്തിൽ കുതിക്കാനും മറക്കാതെ ഈ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓർക്കുക, ഇന്ന് നിങ്ങൾ വിതയ്ക്കുന്ന സ്കില്ലുകളാണ് നാളെ നിങ്ങളുടെ ജീവിതത്തെ സമ്പന്നമാക്കുന്നത്. നമുക്ക് ഒരുമിച്ച് വളരാം, ഒരുമിച്ച് നേടാം. കീപ് ലേണിംഗ്, കീപ് ഏണിംഗ്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.